ഓണത്തപ്പൻ ഒരു കൈത്താങ്, അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ കേട്ടോ. അത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുകയെ. ഈ ഒരു സിറ്റുവേഷന് ചേരുന്ന എന്തെങ്കിലും പഴഞ്ചൊല്ല് നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ അതങ്ങ് മറന്നു കളഞ്ഞേക്ക്, അതായിരിക്കും നല്ലത്. ഉത്രാടത്തിന്റെ തലേദിവസമാണ് എനിക്ക് തലയ്ക്ക് ബോധം വന്നത്, ഓണത്തപ്പന് ഇന്നെങ്കിലും ഉണ്ടാക്കിയില്ലെങ്കിൽ നമുക്ക് ഉണങ്ങി കിട്ടില്ല എന്നുള്ളത്. എന്നാ മേടിച്ചാലോ എന്ന് ചിന്തയൊക്കെ വന്നേ. പക്ഷെ എനിക്ക് ഉണ്ടാക്കിയേ പറ്റുള്ളൂ, റിസ്ക് സാപ്പിട്ടൊരു മാതിരി. അങ്ങനെയാണല്ലോ. തുമ്പപ്പൂ ഒക്കെ പറിച്ചോണ്ട് വന്നു, പക്ഷെ നമ്മുടെ ഓണത്തപ്പൻ ഉണങ്ങിയിട്ടില്ല, മഴ ചതിച്ചു. എന്നിട്ട് ഓണത്തപ്പനതെ കിടത്തിയിട്ട് കളം വരയ്ക്കുക. പുള്ളിനെ ഓവനി കയറ്റി വെച്ച് ചുട്ടെടുത്താലോ എന്ന് വരെ ഞാൻ ചിന്തിച്ചിട്ടുണ്ടേ. എന്നിട്ട് പുള്ളി ഇരിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളെ ഞാനിവിടെ കോലെ താങ്ങി നിർത്തിയേക്കുകയാണേ. ഇച്ചിരി വളവും ചെരിവൊക്കെ ഉണ്ട്, പക്ഷെ നാളത്തേക്ക് ഉണങ്ങുമെന്നേ. അത്രയ്ക്ക് പ്രശ്നമൊന്നുമില്ല. 3 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായിട്ടൊന്ന് ചെരിഞ്ഞിട്ടുണ്ട്. ചെരിഞ്ഞ ഗോപുരം വരെ ചെരിഞ്ഞല്ലേ ഇരിക്കുന്നേ. ഓണം കൊണ്ടു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ടാസ്ക് ഉടുത്തൊരുങ്ങി സദ്യ കഴിക്കാൻ പോവാന്നുള്ളതാണ്. അങ്ങനെ ഒറ്റയ്ക്കൊരു സദ്യ ഉണ്ടാക്കിയ ക്രെഡിറ്റ് ഒന്നും എനിക്ക് വേണ്ട. അതുകൊണ്ട് നമ്മൾ സദ്യ ബുക്ക് ചെയ്ത് കഴിക്കാന്ന് വെച്ചേ 1.5 മണിക്കൂറും കൊണ്ട് പൊതിഞ്ഞെടുത്ത സാരിയാണേ ഈ പൊക്കി പിടിച്ച് സ്റ്റെപ്പ് കയറി വരുന്നത്. കേറി വന്ന് ഞാൻ നിന്നതാ ഈ വൈബ് ഫാമിലിയുടെ മുമ്പിലാണേ. ഇവരാണെങ്കിൽ ഓണപ്പാട്ടും കഥ പറയലും ഒക്കെയാണേ. ഓടിക്കേറി മൈക്ക് മേടിച്ച 2 വരി പാട്ട് പാടി അങ്ങ് ഇംപ്രസ് ചെയ്താലെന്ന് വിചാരിച്ചപ്പോഴാണേ ഈ കൊച്ചു കാന്താരിയുടെ പാട്ട് കേട്ട് ഞാൻ അങ്ങ് നിന്നുപോയത്. അങ്ങനെ മതിമറന്ന് നിന്നപ്പോഴാണേ നല്ല അവിയലിന്റെ സാമ്പാറിന്റെ ഒക്കെ മണം മൂക്കിൽ ഇങ്ങനെ അടിച്ചു കയറാൻ തുടങ്ങിയത്. അപ്പൊ തന്നെ പോയി ഞാൻ ഇരുന്നേ. ഈ മൈലാഞ്ചിട്ട കൈ കൊണ്ട് സദ്യ കഴിച്ച പ്രശ്നമുണ്ടോ? ഒരു വെറൈറ്റിക്ക് ധൻചേട്ടൻ സാമ്പാറും ഞാൻ പുളിശ്ശേരി ഒഴിച്ചേ. അങ്ങനെ ഈ സദ്യയും 2 കൂട്ടം പായസം ഒക്കെ കഴിച്ച് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണേ. അപ്പൊ ഹാപ്പി ഓണം.